എനിക്കുള്ള ഇന്റലിജൻസിൽ അത്യാവശ്യമുള്ളൊരു സംഭവമാണ് ഈ മ്യൂസിക്കൽ ഇന്റലിജൻസ്. ഞാൻ വലിയ പാട്ടുകാരനല്ല. ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാൽ ഇത് വേറെ എവിടുന്നെങ്കിലും ചൊരണ്ടിയതാണെങ്കിൽ, കോപ്പി ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പതിയും. അയ്യോ ഇത് എവിടെയോ, ഇത് ഇന്ന പാട്ടാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ ഈ സംഗീതം പഠിച്ചിട്ടില്ല, സംഭവം എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞപ്പോൾ തള്ളായിട്ട് ഫീൽ ചെയ്തോ? തെളിവ് വേണോ? തെളിവ്. സുരേഷ് ഗോപിയുടെ FIR എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തെ വില്ലൻ നരേന്ദ്ര ഷെട്ടി വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഈ മ്യൂസിക് ഒരു ഇംഗ്ലീഷ് ആൽബം, മക്കറീന എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ആൽബം ഓൾമോസ്റ്റ് അതുപോലെ പകർത്തി വെച്ചേക്കുന്ന. പക്ഷെ ഇതല്ല എനിക്ക് പറയാനുള്ളത്. ഇതിനെ എടുത്തുകൊണ്ട് ഒരു തമിഴ് സംഗീത സംവിധായകൻ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോങ് കാതൽ യാനെ വലിക്കതുടമോ, മുത്തു തണ്ടത്തിൽ മുറ്റുമറമോ, അപ്പരീതങ്ങളിൽ ഭക്തി നിറമോ, റാംബോക് റമോ. അടുത്തത് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന ഹർപല്യഹ ജീവൻ ജിയോ जो है समा कल हो न हो കാറ്റാലിനിൻ ഇതെനിക്കറിയാതെ കിട്ടുന്നതാണ്. ഇനി നിങ്ങളിൽ തന്നെ ചിലരുണ്ട്, ചില പാട്ട് കേൾക്കുമ്പോൾ വാഗൊണ്ട് അറിയാതെ മ്യൂസിക് കേൾക്കും, പ്രാർത്ഥനാ ഗീതം കേൾക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ആ സെൻസ് ഉള്ളതുകൊണ്ടാ ചിലർ പെട്ടെന്ന് താളം പിടിക്കും. ഒന്നുറപ്പാണ്, എനിക്ക് ഒരു മത്സരത്തിലൊക്കെ പോയി പാടി വിജയിക്കാനോ ഉള്ള കഴിവോ കപ്പാസിറ്റിയോ ഇല്ല. പക്ഷെ ആസ് എ ട്രെയിനർ ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിനിടയ്ക്ക് ഒന്ന് പാടിയപ്പോൾ ക്ലാസ്സിൻ്റെ എൻ്റയർ മൂഡ് അങ്ങ് മാറി. വിച്ച് മീൻസ് എൻ്റെ ട്രെയിനർ എന്നുള്ള കരിയറിൽ എനിക്കൊരു ആഡ് ഓൺ ആയിട്ടൊരു സ്കില്ലാക്കി എനിക്ക് മാറ്റാൻ പറ്റും ഈ മ്യൂസിക്കൽ സെൻസ്, ഈ പാടാനുള്ള കഴിവ്. എസോണോ? നിങ്ങൾ നാളെ എന്തായി മാറിയാലും ശരി, അതിനോടൊപ്പം ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്കുള്ള ആ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുണ്ട്, അല്ലെ പാടാൻ കഴിവുണ്ട്, ഫോട്ടോഗ്രാഫി കഴിവുണ്ട്, വീഡിയോഗ്രാഫി കഴിവുണ്ട്, നിങ്ങൾക്ക് ആൾക്കാരെ സെർവ് ചെയ്യാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് ഫോട്ടോയോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖലയെ വേണമെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ മൈലേജ് തരും. നവനീത് ലോയർ ബ്രോ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. ഈസ് ആക്ച്വലി ഒരു അഡ്വക്കേറ്റ്. 660K ഫോളോവേഴ്സ് ഉള്ള റീല് വഴി സിമ്പിളായിട്ട് നിയമം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ സ്കില്ലൂടെ എക്സ്ട്രാ ഉള്ളതുകൊണ്ടാണ്. ഒരു ജോലി കൊണ്ടോ ഒരു വരുമാനം കൊണ്ടോ നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. വി നീഡ് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ്. സോ നിങ്ങൾക്കൊരു മെയിൻ സ്ട്രീമിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. പാരലായിട്ട് ഇത്തരത്തിലുള്ള ഇന്റലിജൻസിനെ കൂടെ ചേർത്ത് പിടിച്ചാൽ അത് നിങ്ങൾക്കൊരു ആഡ് ഓൺ ആക്കി മാറ്റാനും എവിടെ പോയാലും ദ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനും പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ?